നമ്മൾ ഈ കണ്ടന്റ് കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആഫ്റ്റർ ഓൾ ഈ കണ്ടന്റിന്റെ എന്താണ് കാര്യങ്ങൾ, അതിന്റെ കുറച്ച് ടൈപ്സ് ഓഫ് ഈ കണ്ടന്റ് അല്ലെങ്കിൽ അതിന് മുന്നത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സംഗതി അപ്ലിക്കേഷൻ ഓഫ് ഈ കണ്ടന്റ് പാക്കേജ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ എങ്ങനെയൊക്കെയാണ് ഈ കണ്ടന്റിന്റെ അപ്ലിക്കേഷൻ എന്നുള്ളൊരു കാര്യമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പൊ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പലതരത്തിലുള്ള സംഗതികളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എഡ്യൂക്കേഷനിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഈ കണ്ടന്റ്സ് അത് ഏത് ഫോർമാറ്റിലാണ് ഉണ്ടാവുക എന്നാണ് ഇവിടെയുള്ളൊരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലവർ പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോ ജേർണൽസ് ഉണ്ടായിരിക്കാം, പലതരത്തിലുള്ള ജേർണൽസ്, അല്ലെങ്കിൽ ഇ ബുക്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് റിസർച്ച് റിപ്പോർട്ട്സ് ഈ ഇലക്ട്രോണിക് മീൻസ് സബ്ജക്ട് ചെയ്യുന്നത്, ഒരു സോഫ്റ്റ് കോപ്പി എന്ന നിലയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള സംഗതികൾ, ഇതൊക്കെ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ളതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ളതാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അധികവും. അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഫോർമാറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, പ്ലെയിൻ ആസ്കി സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്. അതായത് ആസ്കി കോഡിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ രൂപം. അതായത് നമ്മുടെ PDF അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ഫോർമാറ്റുകളുടെ ഒരു ആദ്യ രൂപം എന്ന് പറയുന്നത് അതായിരുന്നു. ബട്ട് ഇപ്പോൾ അത് കഴിഞ്ഞു. അതിൽ ഈ പറയുന്ന പോലെ മോർ ഗ്രാഫിക്സ് അങ്ങനത്തെ സംഗതികളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ക്യാരക്ടേഴ്സ് സംഗതികൾ മാത്രമേ ഉള്ളൂ. ബാക്കി അധികമായിട്ടൊന്നും അതിൽ പറ്റില്ല. സോ എന്ത് ചെയ്തു, അതിനുശേഷമാണ് നമ്മുടെ PDF അല്ലെങ്കിൽ നമ്മുടെ റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് RTF, മൈക്രോസോഫ്റ്റ് റീഡേഴ്സ് ലിറ്ററേച്ചർ, നൈറ്റ് കിച്ചൺസ് ടൂൾ TK3, പിന്നെ നമ്മുടെ HTML പോലത്തെ മാർക്കപ്പ് ലാംഗ്വേജസ്. അപ്പോൾ ഈ 5 നിങ്ങൾ അങ്ങനത്തെ ഒരു സംഗതിയായിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് പോലും ചോദിക്കാൻ സാധ്യതയില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്തൊക്കെ ഫോർമാറ്റിലാണ് എഡ്യൂക്കേഷനിൽ ഈ കണ്ടന്റിന്റെ പാക്കേജുകൾ. ഓക്കെ, ദ പാക്കേജസ് ഓഫ് ഈ കണ്ടന്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതി വെക്കേണ്ടത് ഇങ്ങനെ എഴുതി വെക്കുക. തുടക്കത്തിൽ ഇറ്റ്സ് എ വൈഡ്ലി യൂസ്ഡ് തിങ് ആണ്. മീൻസ് text is widely used in the content type text is widely using in education field. The base model അല്ലെങ്കിൽ the first thing of all this text format are ASCII standard character അല്ലെങ്കിൽ ASCII standard text. After so many researches and developments have been done, as the result of that അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഏതൊക്കെ. എന്നിട്ട് ബാക്കിയുള്ളതിന്റെ നെയിമിങ് PDF അഡോബ് അഡോബിന്റെയാണ് നമ്മുടെ PDF എന്ന് പറയുന്ന സംഗതി. പിന്നെ മൈക്രോസോഫ്റ്റ് ലിറ്ററേച്ചർ, അത് LT എന്നാണ് അതിന് പറയുക, റീഡേഴ്സ് ലിറ്ററേച്ചർ. ദെൻ റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് RTF. പിന്നെ ഈ നൈറ്റ് കിച്ചൺ ടൂൾസ്, അത് പുതിയത് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു, നമ്മളധികം യൂസ് ചെയ്യുന്ന ഒരു സംഗതിയല്ല, TK3 എന്ന് പറയുന്നത്. ദെൻ അവസാനം മാർക്കപ്പ് ലാംഗ്വേജസ്, നിങ്ങൾക്ക് അറിയാം HTML XML പോലത്തെ ലാംഗ്വേജസ്. അത് ജസ്റ്റ് എഴുതുക. അത്ര തന്നെ നമുക്കതിൽ ഒരു വലിയൊരു എസ്സേക്കുള്ള ചാൻസുകളൊന്നുമില്ല. ജസ്റ്റ് ഒരു ചോദ്യം നമുക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്തു മാത്രം. ആഫ്റ്റർ ഇതിൽ നമുക്ക് ഇനി പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഈ കണ്ടന്റ് ഓതറിംഗ് ടൂൾസ്. ഓക്കെ, ഈ കണ്ടന്റ് ഓതറിംഗ് ടൂൾസ് അല്ലെങ്കിൽ ഈ കണ്ടന്റ് ഒരു കൃത്യമായിട്ട് അതിനൊരു ഈ കണ്ടന്റ് തയ്യാറാക്കുവാനായിട്ട് പല ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലത്തെ സംഗതികളിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഇവിടെ ഒരു 7 നെയിം തന്നിട്ടുണ്ട്. 7 ഓരോന്ന് ഞാൻ പറയാം. ഫസ്റ്റ് വൺ സ്കോറം, എസ്കോം അല്ലെങ്കിൽ എസ്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറബിൾ കോഴ്സ് വെയർ ഒബ്ജക്ട് റെഫറൻസ് മോഡൽ. എസ്കോറം അല്ലെങ്കിൽ സ്കോം എന്ന് പറയാം. ഷെയറബിൾ കോഴ്സ് വെയർ ഒബ്ജക്ട് റെഫറൻസ് മോഡൽ. അതെന്ന് പറയുന്നത് ഇസ് എ സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ദാറ്റ് വെൻ അപ്ലൈഡ് ടു കോഴ്സ് കണ്ടന്റ് പ്രൊഡ്യൂസസ് സ്മോൾ റീയൂസബിൾ ലേണിംഗ് ഒബ്ജക്ട്സ്. ചെറിയിട്ടുള്ള ഈ കണ്ടന്റുകൾ തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ സ്പെസിഫിക്കേഷൻ, എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത്, അടയാളപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് സ്കോം അല്ലെങ്കിൽ എസ്കോം എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ AICC, ഏവിയേഷൻ ഇൻഡസ്ട്രി കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് കമ്മിറ്റി.
ഏവിയേഷൻ ഇൻഡസ്ട്രി കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് കമ്മിറ്റി AICC. ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള, അതായത് ഏവിയേഷന്റെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ കണ്ടന്റ് തയ്യാറാക്കുക. അപ്പൊ അതിന്റെ കുറച്ച് ചട്ടങ്ങളും കാര്യങ്ങളും, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതാണ് AICC. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ കണ്ടന്റ് തയ്യാറാക്കുന്നതിൽ ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും. അത് പ്രകാരം ഫോളോ ചെയ്തു പോകുന്നതാണത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പ്രോമിറ്റിയസ്, പ്രൊമോട്ടിംഗ് മൾട്ടിമീഡിയ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ യൂറോപ്യൻ സൊസൈറ്റി. പ്രൊമോട്ടിംഗ് മൾട്ടിമീഡിയ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ യൂറോപ്യൻ സൊസൈറ്റി. യൂറോപ്പിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ പ്രോമിറ്റിയസ് എന്ന് പറയുന്ന ഒരു സംഗതി. അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ്, ഈ കണ്ടന്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായിട്ട് ഈ കണ്ടന്റ് തയ്യാറാക്കുമ്പോൾ നോക്കേണ്ട ചട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് പ്രൊമിറ്റിയസ് എന്ന് പറയുന്ന ആ ഒരു ഓതറിംഗ് ടൂള് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് റിയാഡിൻ, യൂറോപ്യൻ യൂണിയന്റെ തന്നെ മറ്റൊരു സംഗതിയാണ്. റിയാഡിൻ എന്നാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ജസ്റ്റ് അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് തന്നെയാണോ എന്ന് അറിയില്ല. റിയാഡിൻ തന്നെ നിങ്ങളും ജസ്റ്റ് പഠിക്കുക. അതെന്നു വെച്ചാൽ ഒരു ഫുൾ ഫോം ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ നേരത്തെ നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി കമ്പ്യൂട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഒരു നെയിം ആയിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. സെയിം ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് തന്നെയാണ്. അധികം ഉപയോഗിക്കുന്നത് സ്വിറ്റ്സർലാൻഡ്, ലൂസേൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളിലെ, സ്വിറ്റ്സർലാൻഡിലെ യൂണിവേഴ്സിറ്റികൾക്കുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഈ റിയാഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ADL, അഡ്വാൻസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലേണിംഗ് ഇനീഷ്യേറ്റീവ്. ADL US ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ യുഎസിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ADL എന്ന് പറയുന്നത്. വെച്ചാൽ ഈ കണ്ടന്റിന്റെ താഴെ നമുക്ക് കാണാം, അതിന്റെ ഇൻട്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ അവിടെ ചിലതിലെങ്കിലും നിങ്ങൾ ഈ പേരുകൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഓതറിംഗ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കണ്ടന്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ ചിലതിലും അങ്ങനെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി ASL, അത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്കൂൾ ലൈബ്രറീസ്, അവര് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് വൺ LTSC, ലേണിംഗ് ടെക്നോളജി സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ലേണിംഗ് ടെക്നോളജീസ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ യൂസേജ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്. അപ്പോൾ ലേണിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന നിലയ്ക്ക് ഈ കണ്ടന്റുകൾ ഒരു നിലവാരത്തിലെത്തിക്കാനായിട്ട് വേൾഡ് വൈഡ് ഇന്റർനാഷണലി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ LTSC എന്ന് പറയുന്നത്. ഓൾ ഓഫ് ദ വേൾഡ്, എൻ്റെ വേൾഡിൽ നമ്മുടെ IEEE എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അവരുടെ ഒരു ശ്രമഫലമായിട്ട്, അതിന്റെ ഇന്റർനാഷണൽ അസോസിയേഷൻ ഒരു ശ്രമഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു LTSC എന്ന് പറയുന്ന ഒരു ടൂൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള 7 കണ്ടന്റ് ഓതറിംഗ്, ഈ കണ്ടന്റ് ഓതറിംഗ് ടൂൾസ് എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം. ESCOM, AICC, പ്രൊമിറ്റിയസ്, റൈഡൻ, ADL, AASL, LTSC. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവാം. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഫേസസ് ഓഫ് ഈ കണ്ടന്റ് ഡെവലപ്മെന്റ്. ഏതൊക്കെയാണ് ഇപ്പോ ഒരു ഈ കണ്ടന്റ് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ഓരോ ഘട്ടങ്ങളിലും എന്താണ് നടക്കുന്നത് എന്ന കാര്യമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കൊരു 6 ഫേസുകളുണ്ട്, 6 ഘട്ടങ്ങളായിട്ടാണ് ഈ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് അനാലിസിസ് ഫേസ്. അനാലിസിസ് ഫേസിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്ത് തരം സബ്ജക്റ്റ് ആരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ തയ്യാറാക്കുന്ന ഒരു ഈ കണ്ടന്റ് തയ്യാറാക്കുന്നതിന് മുന്നേ ആ ഈ കണ്ടന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ, ഓക്കെ, എന്ത് സബ്ജക്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്, അത് ആരുടെ മുന്നിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് എക്സ്പേർട്സ് അതിനെ പറ്റിയിട്ട് നൽകുന്ന റിവ്യൂ എന്താണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ആ ഒരു ക്ലാസിന്റെ ലക്ഷ്യങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ ഗോൾസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ. അതിന്റെ ഒപ്പം തന്നെ 3 കാര്യങ്ങൾ അവർ വേറെ പറയുന്നുണ്ട്. ഓഡിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്കില്ല് ആൻഡ് ബഡ്ജറ്റ് ഓഫ് ദ കണ്ടന്റ് ആൻഡ് ഡെലിവറി മെത്തേഡ്സ്. ഈ 5 കാര്യങ്ങൾ കൂടി അനാലിസിസിൽ ടോട്ടൽ പാക്കേജ് ആണ് ഈ കണ്ടന്റിന്റെ. അപ്പോൾ അനാലിസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുക, ഫസ്റ്റ് ദ പ്രൈമറി സ്റ്റെപ്പ് ഓഫ് നമ്മുടെ ഈ കണ്ടന്റ് ഡെവലപ്മെന്റ് ഈസ് അനാലിസിസ് ഫേസ്. ഇൻ ദിസ് ഫേസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാവുന്നതാണ്. ഇൻ ദിസ് അനാലിസിസ് ഫേസ് ഓൾ ദ റിവ്യൂ ഓഫ് അല്ലെങ്കിൽ ഓൾ ദ ഏരിയ ഓഫ് എന്തൊക്കെ, ഓൾ ദ ഏരിയ ഓഫ് സ്റ്റഡി
എന്തൊക്കെ സാധനങ്ങളിലാണ് പഠനം നടത്തുന്നത്, അതായത് ടാർഗറ്റ് ഓഫ് ഓഡിയൻസിന്റെ ടാർഗറ്റ്, ഏതൊക്കെ തരം ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, സബ്ജക്റ്റ് എന്താണ്, ഗോൾസ് എന്താണ്, സബ്ജക്ട്, ഗോൾസ്, ടാർഗറ്റഡ് ഓഡിയൻസ്, ദെൻ എക്സ്പേർട്സ് വ്യൂ ഓൺ ദ സബ്ജക്റ്റ്. ഈ 4 കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികൾ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സ്കില്ല്, അതായത് ഓഡിയൻസ് ആൻഡ് ദെയർ സ്കിൽസ്, ബഡ്ജറ്റ് ഓഫ് ദി കണ്ടന്റ് ആൻഡ് ഡെലിവറി മെത്തേഡ്. ഓക്കെ, അതായത് ഇതിപ്പോ ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോ തരം ആളുകൾക്ക് ഓരോ തരം ക്ലാസ് വേണ്ടത്. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഒരു രീതിയിൽ ക്ലാസ് എടുക്കണം. അപ്പൊ അതാണ് ഈ ഓഡിയൻസ് അല്ലെങ്കിൽ സ്കിൽ ഓഫ് ദ ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഇത്ര ബഡ്ജറ്റിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഫസ്റ്റ് തുടക്കത്തിലെ അങ്ങനത്തെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ പറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഇതിൽ പറയുന്ന ഡെലിവറി മെത്തേഡ്സ്, ഇത് എങ്ങനെയാണ് ഫോണിൽ ഡെലിവറി ചെയ്യാനുള്ളതാണോ അതോ പ്രസന്റേഷൻ പോലെ അവതരിപ്പിക്കാനുള്ളതാണോ, എങ്ങനെയാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുന്നേ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദെൻ വ്യൂ ഓഫ് സബ്ജക്ട് എക്സ്പേർട്സ്. അത് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട്, ഇപ്പൊ ഏതൊരു സബ്ജക്റ്റിനെ, നമ്മുടെ ഒരു ടോപ്പിക്കിനെ പറ്റി PhD ചെയ്ത ആളുകൾ, അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈവൻ നമുക്ക് ചെറിയ ഇതൊന്നും തന്നെ എടുക്കാം. അപ്പൊ കുട്ടികളുടെ ഒരു കണ്ടന്റ് ആണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിലത്തെ കണ്ടന്റ് മുന്നേ അവതരിപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഒരു വ്യൂ, അല്ലെങ്കിൽ അതില് കിങ് ആയിട്ടുള്ള ആളുകളുടെ എക്സ്പേർട്സിന്റെ ഒരു വ്യൂ, എന്താണ് അതിനെ പറ്റിയിട്ടുള്ളത്, ആ സാധനം എന്തായാലും പഠിക്കണം. അതേപോലെ തന്നെ എന്താണ് ആ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടു, അപ്പോൾ ഈ കണ്ടന്റുമായിട്ട് ഫെമിലിയർ ആവാൻ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് ഫെമിലിയർ ആവാൻ. അപ്പൊ അതേപോലത്തെ ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എല്ലാ ക്ലാസ്സിനും അല്ലെങ്കിൽ എല്ലാ ഈ കണ്ടന്റിനും ഉണ്ടായിരിക്കും. അപ്പൊ അത് എന്തൊക്കെയാണെന്നാണ് അനാലിസിസ് ഫേസിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡിസൈൻ ഫേസ്. ഡിസൈൻ ഫേസിൽ ഒരു ഈ കണ്ടന്റിന്റെ ഒരു സ്ട്രക്ചർ, അതായത് ഒരു സ്കെൽട്ടൺ ഫോർമാറ്റ് കംപ്ലീറ്റ് ആകുന്നു. ഡിസൈൻ ഫേസ് എന്ന് പറയുന്നതിൽ അതിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടുന്നു, എങ്ങനെയായിരിക്കും ഈ അപ്പോൾ ഡിസൈൻ ഫേസിൽ ഒന്നും കൂടി അനാലിസിസ് എന്നുള്ളത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞൊരു സ്കെൽട്ടൺ രൂപത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതായത് ഒന്നും കൂടെ അതൊന്ന് ഡീറ്റെയിൽ ചെയ്യണം. ഓക്കെ, എന്തൊക്കെ തരം മെറ്റീരിയൽസ് അതിൽ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെ പ്ലാനിങ് ആണ് അതിൽ വേണ്ടത്, പിന്നെ ഏത് തരം സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കേണ്ടത്. ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഏത് തരം സോഫ്റ്റ്വെയർ അതിൽ ഉപയോഗിക്കണം, എന്ത് തരം പ്ലാനിങ്ങുകൾ, എന്തൊക്കെയാണ് അതിൽ വേണ്ടതെന്നുള്ള ഫുൾ പ്ലാനിങ്ങുകൾ. ദെൻ റിക്വേർഡ് സ്കിൽസ്, എന്തൊക്കെ സ്കില്ലുകളാണ് ഈ ഒരു കണ്ടന്റിന് ആവശ്യമായിട്ട് വരിക. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്തൊക്കെ ഇതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇതേപോലുള്ള മുന്നത്തെ ഈ കണ്ടന്റുകളിൽ നിന്നും വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ സംഗതികൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിൽ ആനിമേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പിക്ചേഴ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് സംഗതികളാണ് ഇത്തരം ഈ കണ്ടന്റിൽ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുക, അതും കൂടി നമ്മൾ ഡിസൈൻ ഫേസിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഫേസിനെ പറ്റി എഴുതുമ്പോൾ ഒരു സെക്കൻഡ് പാർട്ടാണ്, ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജിന്റെ ഒരു ഡീറ്റെയിൽഡ് ഫോമാണ്. ദെൻ വി ഡീൽസ് വിത്ത്, എന്തൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, പ്ലാനിങ്. ഇൻ ദിസ് സ്റ്റേജ് അല്ലെങ്കിൽ ഇൻ ദിസ് ഫേസ് എന്നുള്ളത് നമുക്ക് എഴുതാം. വി ഡീൽസ് വിത്ത് ഫസ്റ്റ് വൺ പ്ലാനിങ്, യൂസ് ഓഫ് റിലവൻറ്റ് സോഫ്റ്റ്വെയർ, റിക്വയർഡ് സ്കിൽസ്, creative and interactive innovations, and that may be എന്തൊക്കെയായിരിക്കാം, പിക്ചേഴ്സ്, വീഡിയോസ്, ആനിമേഷൻസ് എക്സെട്ര. അത്തരത്തിലുള്ള ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനാണ് ഡിസൈൻ ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഡെവലപ്മെന്റ് ഫേസ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഫേസ് കഴിഞ്ഞ്, ഡിസൈൻ ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കുന്ന സംഗതിയായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ, ഡെവലപ്മെന്റ് ഫേസ് എന്ന് പറയുന്നത് നമുക്കൊരു തറ കെട്ടിപ്പൊക്കുന്ന പോലത്തെ, ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു സ്റ്റേജാണ് ഒരു വീട് പണിയുടെ. സോ ഇറ്റ് ഡീൽസ് വിത്ത് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ഈ കണ്ടന്റ് ഡിസൈൻ. ഡിസൈനിന്റെ ഒരു പ്രൊഡക്ഷൻ എന്ന പോലെ, പ്ലാനിൽ നമ്മൾ വീട് പണിയാൻ വരച്ച പോലെ അത് പണിതുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതേപോലെ ഒരു പ്രൊഡക്ഷൻ സ്റ്റേജാണ്. എന്തൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് അത് യാഥാർത്ഥ്യമാകാൻ പോവാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അപ്പൊ ആ ഒരു സ്റ്റേജാണ് നമ്മുടെ ഡെവലപ്മെന്റ് ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ആ ഡിസൈനിന്റെ ഒരു പ്രൊഡക്ഷൻ, ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ, അതായത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു അതിൽ പലതരം സംഗതികൾ വേണം. അപ്പൊ പലതരത്തിലുള്ള ടെക്സ്റ്റുകൾ വേണം, ആനിമേഷൻസ് വേണം, വീഡിയോ ക്ലിപ്സ് വേണം, പിക്ചേഴ്സ്, ഇതൊക്കെ ആവശ്യമാണെങ്കിൽ അപ്പൊ അതിന്റെ ഒക്കെ ഒരു മിക്സിങ്, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യപ്പെടുന്നു.
ഓക്കെ, ഡിസൈൻ ഫേസ് എന്നുള്ളത് റിയാലിറ്റിയിലേക്ക് വരുന്നു. സോ ഓൾ ദ ഡെവലപ്മെന്റ് എല്ലാം ചെയ്യാനുള്ള വർക്കുകളും മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ ഒരു ഡെവലപ്മെന്റ് ഫേസിലാണ്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇൻ ദ ഡെവലപ്മെന്റ് ഫേസ് ഇറ്റ് ഹാപ്പൻസ് ദ റിയൽ വർക്ക് ഓഫ് ദ ഡിസൈൻ ഫേസ്, ദ മിക്സിംഗ് ഓഫ് എന്തൊക്കെ കണ്ടന്റ്സ് ലൈക്ക് ഓഡിയോ, വീഡിയോ, അനിമേഷൻ, റെഫറൻസസ്, ബ്ലോഗ്, ലിങ്ക്സ്, MCQs എക്സെട്ര. ഓക്കെ, അപ്പോൾ അതില് എല്ലാ കാര്യങ്ങളും ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നിർമ്മിക്കുന്നതിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് സ്റ്റേജ് ആണത്, ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ബിൽഡ് ചെയ്യുന്നൊരു സ്റ്റേജ് ആണത്. ഓക്കെ, ഇതിൽ പറയുന്ന പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എ ക്ലോസ് ലിയേഷൻ ഷുഡ് occur between writers and developers throughout the stage. അപ്പോൾ ഇതിന്റെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രിലിംസ് നടത്തിയ ആളുകളും ഡെവലപ്പേഴ്സും തമ്മിൽ കൃത്യമായിട്ട് തന്നെയല്ല ഈ ബിൽഡിംഗ് നടക്കുന്നത് എന്നുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അതിലൊരു ഉറപ്പ് വരുത്തണം. അതായത് ഇപ്പോൾ പ്ലാൻ വരച്ച എഞ്ചിനീയറും പണിക്കാരും ചെയ്യുന്നത്, അതായത് എഞ്ചിനീയർ ഉദ്ദേശിച്ച പോലെ തന്നെ അല്ല വീട് പൊങ്ങി വരുന്നത് എന്നുള്ള അയാൾ നിരന്തരം ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരാള് അവിടെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നു പോകും. സോ സെയിം കാര്യം തന്നെ ഇവിടെയും സംഭവിക്കണം. നമ്മുടെ ഈ ഡെവലപ്മെന്റ് ഫേസിൽ നമ്മുടെ പ്ലാൻ ചെയ്ത അനാലിസിസ് ചെയ്ത ആളുകൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയല്ലേ ഈ പണികൾ അല്ലെങ്കിൽ ജോലികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ അതുകൂടി നമ്മുടെ ഡെവലപ്മെന്റ് ഫേസിൽ നടക്കുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫോർത്ത് സ്റ്റേജ് ആണ് ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റിംഗ് ഫേസിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വീട് പണി കഴിഞ്ഞു, ആ വീടിന്റെ ഉള്ളില് ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ ചെയ്തതിൽ എന്തെങ്കിലും പിഴവുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് എല്ലാതും ക്ലിയർ അല്ലേ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുന്ന പോലെ ടെസ്റ്റിംഗ് ഫേസിൽ ഉണ്ടാവുന്നത് വെച്ചാൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടോ, എന്തെങ്കിലും എററുകൾ സംഭവിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും പേജ് നമ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികളിൽ എന്തെങ്കിലും എററുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. അതായത് അതുവരെ എടുത്ത ആ ഒരു വർക്കിന്റെ ഫുള്ള് കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ആണ് ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കതിൽ ഇങ്ങനെ പറയാം, ദ ടെസ്റ്റിംഗ് ഫേസ്. അപ്പൊ ടെസ്റ്റിംഗ് ഫേസിൽ എന്തൊക്കെ നടക്കുന്നു? ഇൻ ദിസ് ഫേസ് വി മസ്റ്റ് ചെക്ക് എന്തൊക്കെ? ദ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കണ്ടന്റ് എറേഴ്സ്, ക്ലാരിറ്റി ഓഫ് പിക്ചേഴ്സ്, റിലവന്റ് വീഡിയോസ്, അപ്രോപ്രിയേറ്റ് ഓഡിയോസ്, ടൈമിംഗ് ഓഫ് ആനിമേഷൻ, ഹൈപ്പർ ലിങ്ക്സ്. 6 കാര്യങ്ങൾ അതിൽ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്ന ഫോർത്ത് സംഗതിയിൽ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യപ്പെടുന്നു. ഓക്കെ, റിവ്യൂ ചെയ്യപ്പെടുന്നു. ഓക്കെ, എഡ്യൂക്കേഷൻ ഫീൽഡിലെ ഈ കണ്ടന്റിൽ ഏറ്റവും പ്രധാനമാണിത്. ബിക്കോസ് അതിലൊരു തെറ്റ് വരുത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സംഗതികൾ ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ് ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഒപ്പം എഴുതുക നമ്മൾ അതുവരെ ചെയ്ത all the work or the stages we all have covered have the value by testing this stage, അല്ലെങ്കിൽ by testing the content on the 4th stage. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ ഒരു പ്രീ സ്റ്റെപ്പാണ്. ഫൈനലൈസ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുന്നത്തെ ഒരു സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഇംപ്ലിമെന്റേഷൻ ഫേസ് ആണ്. ഇംപ്ലിമെന്റേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷനിൽ നമ്മൾ ഈ കണ്ടന്റ് ശരിയായതിനു ശേഷം എങ്ങനെ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിലത്തെ ഒരു ടഫ് ടാസ്കുകൾ എന്തൊക്കെയാണ്. ഈ കണ്ടന്റിൽ അങ്ങനെ ഒരു ടഫ് ടാസ്കുകൾ വരാനൊന്നുമില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് എല്ലാം കഴിഞ്ഞു, ഇനി എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു ഫേസ് ആണ് ഇംപ്ലിമെന്റേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹൗ ടു ഇൻസ്റ്റാൾ, ഹൗ ടു യൂസ്, പിന്നെ ഇറ്റ് ചെക്സ് ദ പ്രൊഡക്റ്റ് ആക്യുറസി ആൻഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻസ്. ഒന്നും കൂടി ഒരു റിവ്യൂ, അതായത് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിലത്തെ കണ്ടന്റിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കുന്നു എന്ന് മാത്രം. അതിന്റെ ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, ഹൗ ഇറ്റ് ഇൻസ്റ്റാൾ, ഹൗ ഇറ്റ് യൂസ് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു.
ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നതാണ് ഇവാലുവേഷൻ ഫേസ്. ഇവാലുവേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൽ റിവ്യൂ ആണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം കൂടി അതിൽ ഉൾപ്പെടുത്തുന്നു. ടെസ്റ്റിങ്ങിന് പുറമെ ഇപ്പോൾ ടെസ്റ്റിങ്ങിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അധികം ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഇവാലുവേഷൻ സ്റ്റേജിൽ ഈ കണ്ടന്റ് ഡീൽസ് വിത്ത് ദ ലേണേഴ്സ് ആൻഡ് ദ ഇൻസ്ട്രക്ടേഴ്സ്. ഓക്കെ, പഠിക്കുന്നവരും തമ്മിൽ അവർക്കാണ് ഈ ഒരു സംഗതി, ഈ കണ്ടന്റ് കൊടുക്കുന്നത്. ഓക്കെ, അവരുടെ ഫീഡ്ബാക്ക് എന്താണ്, മനസ്സിലാവുന്നില്ല, എഫക്റ്റീവ് ആണോ, അതിൽ നിന്ന് ഇനി എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവാലുവേഷൻ ഫേസിൽ പറയുക. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു സാറ്റിസ്ഫൈ ദ ഈ കണ്ടന്റ്സ് എഫക്റ്റീവ്നെസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ദ ഫീഡ്ബാക്ക് ഫ്രം ദ ലേണേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ മോഡൽ എന്നുള്ള രീതിയിൽ മാത്രമേ എത്തുള്ളൂ. ഓക്കെ, പ്രൊഡക്ഷന് മുന്നേ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ മോഡല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഫൈനലായി ഒരു ഫീഡ്ബാക്കും കൂടി കിട്ടി, അത് ബാക്കി കാര്യങ്ങൾ അത് വൈഡ്ലി റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ വൈഡ്ലി അവൈലബിൾ ആക്കാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമേ നെക്സ്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ അത് ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നു. ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഈ കണ്ടന്റ് എത്തിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഫീഡ്ബാക്ക് എന്തിനു ഉപകാരപ്പെടുന്നു എന്ന് വെച്ചാൽ ഫർദർ അപ്ഡേറ്റ്സ്, ഇനി വരുന്ന ഫ്യൂച്ചറിൽ വരാവുന്ന അപ്ഡേറ്റ്സുകളെ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് അവർക്ക് ഈ കണ്ടന്റ് മേക്കേഴ്സിന് അതിനെ പറ്റി ഒന്ന് ലേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇവാലുവേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, ഇറ്റ് ഹെൽപ് ടു സാറ്റിസ്ഫൈ ദ ഈ കണ്ടന്റ്സ് ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ഈ കണ്ടന്റ്സ് എഫക്റ്റീവ്നെസ്. ഓക്കെ, അപ്പൊ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the content is given to the instructors and learners to know their feedback about the e-content, whether it is effective or what all defects it may have, എന്തൊക്കെ അതിനുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ് വിൽ ബി ഓൾസോ യൂസ്ഫുൾ ഫോർ എന്തിനാണ് ഫർദർ അല്ലെങ്കിൽ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിന് ഈ കണ്ടന്റ് മേക്കേഴ്സിന് അത് ഒന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, 6 കാര്യങ്ങളാണ് നമ്മൾ ഫേസസ് ഓഫ് ഈ കണ്ടന്റ് ഡെവലപ്മെന്റിൽ പറഞ്ഞത്. അനാലിസിസ് ഫേസ്, ഡിസൈൻ ഫേസ്, ഡെവലപ്മെന്റ് ഫേസ്, ടെസ്റ്റിംഗ് ഫേസ്, ഇംപ്ലിമെന്റേഷൻ ഫേസ് ആൻഡ് ഇവാലുവേഷൻ ഫേസ്. ഓക്കെ, ഈ 6 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഈ കണ്ടന്റ്. എന്തൊക്കെയാണ് ഈ കണ്ടന്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ, ഹൈപ്പർ ലിങ്കിങ്, നോൺ ലിനിയറിറ്റി, then യൂസ് ഓഫ് മൾട്ടിമീഡിയ, ഡാറ്റ ഡെൻസിറ്റി, സെർച്ചിങ്. 5 കാര്യങ്ങളാണ് ഈ കണ്ടന്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ലിങ്കിങ് നമുക്കറിയാം, ഈ കണ്ടന്റിൽ എപ്പോഴും നമുക്ക് വെബ്സൈറ്റുകളുടെ URLs കൊടുക്കാനായിട്ട് സാധിക്കും. സോ ആ URL ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു അഡ്വാൻറ്റേജിനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്കിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പിന്നെ നമുക്ക് പറയാനുള്ളത് നോൺ ലീനിയർ. ഒരു ലീനിയർ സ്ട്രക്ചറിലല്ല നമ്മുടെ ഈ കണ്ടന്റ് പോവാന്നുള്ളത്. ഈ ലീനിയർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് ആ ഒരു സംഗതി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചാൻസ് ഇല്ല. ആർക്ക് വേണമെങ്കിലും ഏത് ഓർഡറിലും ഇടയിൽ ബ്രൗസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം, അതിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനാണ് നോൺ ലീനിയറിറ്റി എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് ഉള്ളത് യൂസ് ഓഫ് മൾട്ടിമീഡിയ. നമുക്കറിയാം, ടെക്സ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികൾക്ക് പുറമെ നമുക്ക് മൾട്ടിമീഡിയ, അനിമേഷൻസ് അല്ലെങ്കിൽ ചെറിയ ഓഡിയോ, വീഡിയോ, സൗണ്ട് ക്ലിപ്പുകൾ അതൊക്കെ അതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡാറ്റ ഡെൻസിറ്റി. ഡാറ്റ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പേജുകളുള്ള വലിയൊരു ബുക്കിന് പോലും ആകെ കുറച്ച് MB സ്പേസ് ആണ് വേണ്ടി വരുള്ളൂ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിനെ ഡാറ്റ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കുറച്ച് സ്ഥലം മാത്രമേ അത് എക്വയർ ചെയ്യുള്ളൂ. ആ കുറച്ച് സ്ഥലത്ത് തന്നെ നമുക്ക് വലിയ ഒരു ബിഗ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഡാറ്റ ഡെൻസിറ്റി എന്ന് പറഞ്ഞത്. അത് കാരണം തന്നെ അത് ഈസിലി പോർട്ടബിൾ ആണ്, ഷെയർ ചെയ്യാം, അത്തരം കാര്യങ്ങൾക്കായിട്ട് അത് യൂസ് ചെയ്യാം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് സെർച്ചിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി തന്നെ, എന്ത് കാര്യം വേണമെങ്കിലും അതിൽ ഈസിലി സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പേജ് അല്ലെങ്കിൽ നമുക്ക് അതിലൊരു വാക്കുകൾ ഒക്കെ വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ആ ഒരു അഡ്വാൻറ്റേജിനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് 5 സംഗതികളാണ്. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ എഴുതിയാലും കുഴപ്പമില്ല. അഡ്വാൻറ്റേജസ് ഓഫ് ഈ കണ്ടന്റ്: ഹൈപ്പർ ലിങ്കിങ്, നോൺ ലീനിയറിറ്റി,
then use of multimedia, data density and searching. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഓൺലൈൻ ലൈബ്രറീസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇതിൽ എത്ര ആളുകൾ നമ്മൾ ഓൺലൈൻ ലൈബ്രറീസ് ആക്സസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ അത്തരത്തിലുള്ളൊരു സംവിധാനമുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് പുസ്തകങ്ങൾ അവൈലബിൾ ആകുന്ന ആ ഒരു സൗകര്യം നമുക്ക് ഇന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓൺലൈൻ ലൈബ്രറീസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറീസ് എന്നൊക്കെ നിങ്ങളുടെ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിജിറ്റൽ ലൈബ്രറീനെ പലതരത്തിൽ പറയപ്പെടുന്നുണ്ട്. ഓൺലൈൻ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. ലൈബ്രറി വിത്തൗട്ട് വാൾസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ലൈബ്രറി, ദെൻ പലതരത്തിലുള്ള പേരുകൾ ഡിജിറ്റൽ ലൈബ്രറിക്ക് അവൈലബിൾ. കാരണം ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ എല്ലാ തരം, അതായത് നമ്മുടെ ശരിക്കുള്ള റിയൽ ലൈബ്രറി അല്ലാതെ വരുന്ന എല്ലാ തരം പുസ്തക ശേഖരണങ്ങളും അല്ലെങ്കിൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്റർനെറ്റ് സേവനവുമായി ബന്ധപ്പെട്ട ഈ ബുക്കുകൾ പോലത്തെ എല്ലാ സംഗതികളും ആ ഒരു ഡിജിറ്റൽ ലൈബ്രറിയുടെ ആ ഒരു പരിധിയിൽ വരുന്നു, ആ ഒരു ഏരിയയിൽ വരുന്നു. ഓക്കെ, ഈ ബുക്കുകളുടെ കളക്ഷൻ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ലൈബ്രറി തന്നെ ഫുള്ളി ഓൺലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ അവൈലബിൾ ആക്കുന്നുണ്ടായിരിക്കാം. മീൻസ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബോത്ത് ആർ അവൈലബിൾ. അപ്പോൾ അതൊക്കെ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വരുന്നു. ഓക്കെ, സോ അതിൻ്റെ ഒരു ചെറിയൊരു ഡെഫിനേഷൻ ഞാൻ പറയാം, എന്നിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. An e-library or a digital library is a physical site or a website that provides around-the-clock online access to users. It provides free copies of books, journals, etc. available to users. Okay, digital library എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആയിരിക്കാം, മിക്കവാറും അതൊരു വെബ്സൈറ്റ് ആണ് ആയിരിക്കുക. സോ ആ വെബ്സൈറ്റിൽ എന്തുണ്ടാവും വെച്ചാൽ ആളുകൾക്ക് ഇന്ന ടൈം, ഇപ്പോൾ സാധാരണ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് അടയ്ക്കുന്നവരെ അല്ലെങ്കിൽ അതിനൊരു ടൈം ഉണ്ടായിരിക്കും. ഇത് ഡിജിറ്റൽ ലൈബ്രറിയിൽ അങ്ങനത്തെ ഒരു ടൈമിന്റെ പ്രശ്നമില്ല. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന അത്തരത്തിലുള്ളതും. പിന്നെന്താ, ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഫ്രീ കോപ്പീസ് ഓഫ് ബുക്സ്, ജേർണൽസ് എക്സെട്ര അവൈലബിൾ ടു ദി യൂസേഴ്സിന് അവൈലബിൾ ആയിട്ട് മേ ബി ഫ്രീ കോപ്പികൾ, ബുക്കുകളുടെ അല്ലെങ്കിൽ ജേർണലുകളുടെ ഫ്രീ കോപ്പികൾ കൂടെ നൽകുവാൻ എന്തിനു സാധിക്കുന്നു? ഓൺലൈൻ ലൈബ്രറീസിന് സാധിക്കുന്നു. ഓക്കെ, ഒരു വെബ്സൈറ്റ് ആയിരിക്കാം. ഇറ്റ് മേ ബി എ ഫിസിക്കൽ ഓർ എ വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഓർ എ വെബ്സൈറ്റ്, ഫിസിക്കൽ സൈറ്റ് ഓർ എ വെബ്സൈറ്റ്. ഇൻ ദാറ്റ് സൈറ്റ് the users can access the e-books or the journals or any other kind of online reading materials at any time 24/7. അതാണ് രണ്ടാമത്തെ പോയിന്റ്. എനി ടൈം അവർക്ക് ആക്സസ് ചെയ്യാം. ആൻഡ് തേർഡ് വൺ ഈസ് the online libraries അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറീസ് ആർ ഗിവിംഗ് ബുക്സ് അറ്റ് നോ കോസ്റ്റ് അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ്. ഒരുവിധം ബുക്കുകൾ അങ്ങനെ ഫ്രീ ആയിട്ട് നൽകപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിനെയാണ് ഓൺലൈൻ ലൈബ്രറി അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. ദ ഡിജിറ്റൽ കണ്ടന്റ് മേ ബി സ്റ്റോർഡ് ലോക്കലി ഓർ ആക്സസ്ഡ് റിമോട്ട്ലി വയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പോൾ രണ്ട് തരത്തിൽ ഇതിലുള്ള ഓൺലൈൻ ലൈബ്രറിയിലുള്ള ഇ ബുക്സ് നമുക്ക് ആക്സസ് ചെയ്യാം. മേ ബി അത് ലോക്കലി സ്റ്റോർഡ്, നമുക്ക് ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് നമ്മുടെ സ്റ്റോറേജിൽ കൊണ്ടു നടക്കാം. അപ്പോൾ നമ്മളൊരു ഐതിഹ്യമാല എന്ന് പറയും, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബുക്ക് നമുക്ക് ലോക്കലി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കാം. ഇനി അതർവൈസ് ഇനിയിപ്പോൾ അതൊരു ലോക്കലി നമുക്ക് ഡിസ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഓൺലൈനായിട്ട് അത് ആക്സസ് ചെയ്യാതെ റീഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അത് രണ്ടും ഓൺലൈൻ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ അതിലൊരു സൺ മൈക്രോ സിസ്റ്റം, മെക്ലീൻ, ലിഞ്ച് അവരുടെയൊക്കെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഐ തിങ്ക് നമ്മൾ മുന്നേ പറഞ്ഞ ഒരു ഡെഫിനേഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ആപ്റ്റായിരിക്കുക എനിക്ക് പഠിക്കുവാനും എഴുതുവാനായിട്ട്. ദെൻ നമ്മുടെ പതിവ് സംഗതികളായ ഡിസഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ്, ക്യാരക്ടറിസ്റ്റിക്സ് അതിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത് ഈ ടോപ്പിക്കിൻ്റെ. ഇതിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓൺലൈൻ ലൈബ്രറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ വി ഹാവ് ഒരു 8 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് 8 അല്ല, ശരിക്കും 3 പോയിന്റ്സ് ഉള്ളൂ. അത് വേറൊരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഏകദേശം ക്യാരക്ടറിസ്റ്റിക്സിന്റെ പോലെ തന്നെയാണല്ലോ വരിക. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കളക്ഷൻ ഓഫ് ടെക്നോളജീസ്, ദെൻ സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മെറ്റീരിയൽസ്, ലെസ് സ്പേസ്. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺലൈൻ ലൈബ്രറി എന്ന് പറയുന്നത്. അതായത് ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ലൈബ്രറിക്ക്
നമുക്ക് എത്രത്തോളം പുസ്തകമുണ്ടോ അത്രത്തോളം സ്പേഷ്യസ് ആയിരിക്കണം. അത് അത്ര അധികം സ്പേസ് അതിന് വേണ്ടി വരും. ഫിസിക്കലി അത്ര ഒരു 1000 ഒരു എബവ് 2000 3000 ബുക്കിന്റെ കളക്ഷൻ ഒക്കെ ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അത്രയും വാസ്റ്റ് സ്പേസ്, അത്രയും വലിയൊരു സ്പേസ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതില് ആ ഒരു സംഗതി എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തോന്നാൻ സാധിക്കും. അത്രയും സ്പേസ് നമുക്ക് ആവശ്യമായിട്ട്, ഫിസിക്കലി അത്രയും സ്പേസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല എന്നുള്ളൊരു സംഗതി. ഓക്കെ, പിന്നെ എന്ന് പറയുന്ന ഇതില് നമുക്ക് ഇപ്പോൾ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബുക്കുകൾ യൂസ് ചെയ്യാനായിട്ടാണ്, ഒരിക്കലും വിൽക്കാനായിട്ട് വെക്കുന്നതല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടിയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ലൈബ്രറീസ് വെച്ചാൽ നമ്മൾ ലോക്കലി നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു, ഇനി അത് റിട്ടേൺ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി അതിലില്ല. അപ്പോൾ നമ്മളത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നു. അത് തിരിച്ചു കൊടുത്ത് എപ്പോൾ വന്നു എപ്പോൾ എടുത്തു എന്നുള്ളതൊന്നും അതിൽ വിഷയമില്ല. ഒരേ സമയം കുറേ ആളുകൾക്ക് ഒരേ ബുക്കിന്റെ കോപ്പി തന്നെ അവൈലബിൾ ആവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എഴുതാൻ മറക്കരുത്. ഓക്കെ, ദ ഓൺലൈൻ ലൈബ്രറി ഈസ് വെരി ഡിഫർ ഫ്രം കൺവെൻഷണൽ ലൈബ്രറി. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എന്ത് എഴുതാം? ഇറ്റ് ഡസ് നോട്ട് നീഡ്സ് മെനി വാസ്റ്റ് സ്പേസ്, ഫിസിക്കലി വാസ്റ്റ് സ്പേസ് ഇൻ ബിൽഡിംഗ്. ഒരു വലിയൊരു സ്ഥലം അതിന് ആവശ്യമില്ല. ആൻഡ് സെക്കൻഡ് വൺ, നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ബുക്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. The books in these online libraries, in conventional library, all the books are only for use, not for sale. But in the case of online or digital library, the books are for free or the books for sale. At the same time, many people can access the same book. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തുടക്കത്തിൽ നിങ്ങൾ എഴുതുക. ഇനി ഒരു കാര്യം കൂടി മേ ബി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ലൈബ്രറി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ സാധിക്കണം, ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോകാം. ഫസ്റ്റ് വൺ ഈസ് കളക്ഷൻ ഓഫ് ടെക്നോളജി. കളക്ഷൻ ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈബ്രറി, ഒരു ഡിജിറ്റൽ ലൈബ്രറിയിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളക്ഷൻ ഓഫ് ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, നൂതനമായിട്ടുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, അല്ലെങ്കിൽ ഈ കണ്ടന്റ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസിനെ ആയിട്ടാണ്, ഫുള്ളി ഡിപ്പെൻഡഡ് ആയിട്ടാണ്. ഇത്രയും ടെക്നോളജീസിനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് അത് സാധാരണ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും അത് നോക്കുന്നു. അത് ഏത് നമ്മുടെ ഈ കളക്ഷൻ ഓഫ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നമ്മൾ പറയുന്ന കാര്യം, സാധാരണ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ തന്നെ അത് ഒന്നുകൂടി ഒന്ന് വിപുലീകരിക്കാൻ, എന്നിട്ട് സഹായത്തോടു കൂടി, ടെക്നോളജിയുടെ സഹായത്തോടു കൂടി. ഇപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടിങ്, സ്റ്റോറേജ്, പിന്നെ കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ കണ്ടന്റ്, സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യപ്പെടുകയാണ് ലൈബ്രറിയിൽ. ഓക്കെ, ലൈബ്രറിയിൽ എന്നല്ല, ഇത്രയും കാര്യങ്ങൾ ആണ് ഒരു ബേസ് ആയിട്ട് ഒരു ലൈബ്രറിയുടെ, ഒരു ഡിജിറ്റൽ ലൈബ്രറിക്കായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലെ ഒരു കാര്യം. ലാസ്റ്റ് പറയുന്നു, ഇറ്റ് ഇമിറ്റേറ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ദ കൺവെൻഷണൽ ലൈബ്രറീസ് ഫങ്ഷൻസ്. കൺവെൻഷണൽ ലൈബ്രറീസിൻ്റെ ആ ഒരു ഡേ ടു ഡേ വർക്ക്സിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനും ഇമിറ്റേറ്റ് ചെയ്യാനും പറ്റുന്നു ത്രൂ ദ വേരിയസ് ടെക്നോളജീസ് ലൈക്ക് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടിംഗ്, സ്റ്റോറേജ്, പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് കണ്ടന്റ്, സോഫ്റ്റ്വെയർ എക്സെട്ര. ഇത്തരം കാര്യങ്ങളിലൂടെ സെയിം പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വിപുലീകരിക്കാൻ നോക്കും ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മെറ്റീരിയൽസ്. സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു നമ്മുടെ സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മെറ്റീരിയൽസിൽ പ്രധാനമായിട്ടുണ്ടാവുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബുക്കുകൾ മറ്റേത് കണ്ടെത്തി ശേഖരിച്ച് വെക്കുന്നു, അത് കൂടുതലായിട്ട് അത് ആക്സസ് ചെയ്യുന്നു എന്നുള്ള കൺവെൻഷൻ ലൈബ്രറിയിൽ നടക്കുകയാണെങ്കിൽ, നമ്മൾ ഡിജിറ്റൽ ലൈബ്രറിയിൽ എന്ന് വെച്ചാൽ സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എന്നാണ് അവർ പറയുന്നത്. അതായത് പലതരത്തിലുള്ള ഈ ബുക്കുകളെ അവർ ഡിജിറ്റൽ ലൈബ്രറി സംവിധാനത്തിൽ സെർച്ച് ചെയ്യപ്പെടുന്നു. അത് മാക്സിമം ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ഫോർ എന്തിനൊക്കെ അക്വയറിംഗ്, സ്റ്റോറിംഗ്, ഓർഗനൈസിംഗ്, സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ്
ഡിജിറ്റൽ മെറ്റീരിയൽസ് ഫോർ എൻഡ് യൂസർ ആക്സസ്. ഒരു എൻഡ് യൂസറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സാധാരണ അതിലത്തെ ലൈബ്രറിയിലത്തെ ഉപയോക്താവിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളിലൂടെ ബുക്കുകൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓൺലൈൻ ലൈബ്രറിയുടെ ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ഫോർ എന്തിനൊക്കെ അക്വയറിങ്, നമ്മുടെ പുസ്തകങ്ങൾ എവിടെയുള്ളതെന്ന് തേണ്ടി കണ്ടുപിടിക്കുക. സ്റ്റോറിങ്, അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ദെൻ ഓർഗനൈസിങ്, ഏതൊക്കെയാണെന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലെങ്കിൽ നോവൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ഫോൾഡറുകൾ പോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് ഫോൾഡറുകൾ കാണുന്ന പോലെ ഓരോ സെക്ഷനായിട്ട് തിരിക്കുന്നു. ദെൻ സെർച്ചിങ്, ഡിസ്ട്രിബ്യൂട്ടിങ്. ഓക്കെ, അതിൽ തന്നെ സെർച്ച് ചെയ്യുക, ആവശ്യമുള്ള ഒരു ബുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുക, അവൈലബിൾ ആണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഒരു എൻഡ് യൂസർക്ക് വേണ്ടി ചെയ്യുന്നതിനെയാണ് നമ്മൾ സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ആൻഡ് തേർഡ് പോയിന്റ്, ലെസ് സ്പേസ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് വീണ്ടും വരുന്നത്. ഇത്രയും വാസ്റ്റ്, അതായത് നമുക്ക് ഒരു പുസ്തകം ഒരു ഫോണിൽ നമുക്ക് ഉൾക്കൊള്ളാൻ അത്ര ചെറിയൊരു സ്ഥലം മതി. ഒരു ഫോട്ടോയോ വീഡിയോയോ എടുക്കേണ്ട അത്രയും സ്ഥലം വേണ്ടിവരില്ല. അത്രയും സ്ഥലങ്ങളിലൊക്കെ അത്രയധികം ലോട്ട്സ് ഓഫ് ബുക്സ് നമുക്ക് അതിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, സോ എന്താ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് സ്പീഡിൽ സെർച്ച് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. വേർ ഈസ് അവർ ബുക്ക് ലൊക്കേറ്റഡ്, ഈസ് അവർ ബുക്ക് അവൈലബിൾ ഓർ നോട്ട്. സോ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ, അതിന് കാരണം എന്ന് പറഞ്ഞാൽ ലെസ് സ്പേസ് എന്ന് പറയുന്നത്. അത്രയും കുറഞ്ഞൊരു സ്പേസിലാണ്, അത്രയും കുറഞ്ഞൊരു മെമ്മറി, സ്പേസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്ന അത്രയും കുറഞ്ഞൊരു മെമ്മറി മതി നമുക്ക് ഇത്രയധികം പുസ്തകങ്ങൾ സൂക്ഷിക്കാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 2 MB 3 MB എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം പേജുകളുള്ള പുസ്തകങ്ങൾ അതിൽ കൊള്ളും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ടെക്നോളജി